ഹായ് ഡിയർ ഫ്രണ്ട്സ്, KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ അടിപൊളി ചിക്കൻ വറവാണ് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ വറവാണ് ഇത്. കാസർഗോട്ടെ സ്പെഷ്യലാണ്. നമ്മൾ കാസർഗോട്ടാർ പൊതുവേ ദിക്കറിൻ്റെ അന്നാണ് ഈ കോയിൻ്റെ വറവ് ഉണ്ടാക്കൽ. സാധാരണ ഉണ്ടാക്കലുണ്ട്, പക്ഷേ ദിക്കറിൻ്റെ അന്ന് എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനും വേണ്ടിയിട്ട് കോഴി നല്ല പോലെ കൈയിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം വാർന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടിയിലേക്ക് ഈ കോഴി മുഴുവനും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 1/2 കപ്പ് നല്ല കട്ടിയുള്ള കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് കറിച്ചപ്പലയും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുത്ത്, പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് തക്കാളി, നല്ല പഴുത്ത 2 തക്കാളിയും ഒരു ഉള്ളി അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ട പിന്നെ കൈയോട് നല്ല പോലെ ഞൗണ്ടിയിട്ട് ഇതിനൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കണം. ആദ്യം തക്കാളിയും ഉള്ളിയും പച്ചമുളകെല്ലാം ഞൗണ്ടിയിട്ട് എടുക്കണം. എന്നിട്ട് കോയും എല്ലാം നല്ലോണം തിരുമ്മി യോജിപ്പിച്ചിട്ട് എടുക്കണം. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ആക്കിയെങ്കിണ്ടല്ലോ, പിന്നെ ഈ കറിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റായിട്ട് മാറും. ഇനി നമുക്കിത് എന്താക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തെങ്കിണ്ടല്ലോ ഈ ചിക്കനിലെ തൈരിൽ കിടന്നിട്ട് നല്ല പോലെ സോഫ്റ്റ് ആവും. സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചോ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കാം. ഞാനിവിടെ 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കൊത്തമ്പാരി ഉണ്ടല്ലോ അതും, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഗ്രാമ്പു, അതേപോലെ തന്നെ 4 ഏലക്ക. ഇത്രയും ഞാൻ ഇട്ട് കൊടുത്ത്, 1 സ്റ്റാർ, 1 തക്കോലം, 1 കഷ്ണം പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. അത്രയും ഇട്ടിട്ട് നല്ല പോലെ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം, നല്ല പോലെ വറുത്തിട്ട് എടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ വറുക്കാൻ വെച്ചത് നല്ല പോലെ വറന്ന് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോവാണ്ട് ശ്രദ്ധിക്കണം. അതേ പാനിലേക്ക് തന്നെ 20 വറ്റൽ മുളക് ഇട്ടിട്ട് അതും ഞാൻ നല്ല പോലെ വറുത്തിട്ട് എടുക്കുന്നത്. കറുമുറാന്നാണ് ആ ഒരു പരുവത്തിൽ വറുത്തിട്ട് എടുക്കണം. ഇതെല്ലാം വറുക്കുന്ന സമയം മീഡിയം തീയിൽ വെച്ചിട്ട് വറുത്തിട്ട് എടുക്കണം. അങ്ങനെ എനിക്ക് കരിഞ്ഞൊന്നും പോവാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വറുത്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചൂടാറിയ പിന്നെ മിക്സിൻ്റെ ജാറിൽ രണ്ടും ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ പൊടിച്ചിട്ടെടുക്കുന്നത്. നല്ല നൈസ് പൊടിയൊന്നും ആണൊന്നുമില്ല, അല്പം തരിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇനി നമുക്കിത് പൊടിച്ചിട്ട് എടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഞാൻ കോഴി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കോഴി അവിടെ വേകുന്നുണ്ട് ഒരു സൈഡിൽ. ആ സമയം കൊണ്ട് തേങ്ങാവും മുളെല്ലാം നമുക്ക് വറുത്തിട്ട് പൊടിച്ചിട്ടെടുക്കണം. തേങ്ങ 1 മുറി എടുത്തിന് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 വറ്റൽ മുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിച്ചപ്പലയും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ 2 സവാള ഞാൻ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സവാള ഇതിലേക്കും 1 സവാള നേരത്തെ മിക്സ് ആക്കുന്ന സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ വറുത്തിട്ടെടുക്കണം. എണ്ണ ആവശ്യമാണെങ്കിൽ അല്പാൽപ്പം ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങ ആകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോണ്ടല്ലോ നല്ല വറന്ന് വരുന്ന സമയത്ത് തേങ്ങ അന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് ഉള്ളിയും അതേപോലെ തേങ്ങാവും നല്ല ഗോൾഡ് കളറാണ്. കരിഞ്ഞ് പോയിപ്പോണ്ട, കരിഞ്ഞ് പോയാൽ ഇതിൻ്റെ കറിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. നല്ലൊരു പരുവത്തിൽ നല്ല മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴി വേകാൻ വെച്ചിട്ട് 10 മിനിറ്റായി. 10 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും നല്ലപോലെ ഞാനൊന്ന് ഇളക്കിയിട്ടെല്ലാം കൊടുത്ത്, പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഇടാൻ വിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റായി. മീഡിയം തീയിലാണ് ഞാൻ ഈ സമയം വരെ വെച്ചത്. ഏകദേശം കോഴിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനെടുത്ത കോഴി ഉണ്ടല്ലോ വലിയ കോഴിയാണ്, 2.5 കിലോൻ്റെ കോഴിയാണ്. അപ്പോൾ അത് നല്ല മൂത്ത കോഴിയാണ്. ഇനി എളുത്ത കോഴിയെങ്കിൽ കുറേ സമയം വേവിക്കണ്ട, പൊടിഞ്ഞോവും. ഇനി ഈ കോഴിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത്, പൊടിച്ചത് ഫുള്ളും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ അരപ്പുണ്ടല്ലോ ചിക്കനിലേക്ക് പിടിക്കണം.
അരപ്പ് നല്ലപോലെ വെന്ത് വരണം. അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 5 മിനിറ്റ് മീഡിയം തീയിൽ ഒന്ന് വീണ്ടും വേവിച്ചിട്ടെടുത്ത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റായി ചിക്കൻ വേകാൻ വെച്ചിട്ട്. നല്ല മൂത്ത കോഴി ആയതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ചിക്കൻ ചെറുതാണെന്നുണ്ടെങ്കിൽ, വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ ഇത്ര സമയമൊന്നും വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് 20 മിനിറ്റ് ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ, ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങാവും വറുത്ത മുളയും ചേർത്തിട്ടാകുമ്പോൾ പുരൻ്റെ ഉള്ളിലില്ലേ എന്തോ ഒരു നല്ല മണം, ഹോട്ടലിൻ്റെ എല്ലാം ഉള്ളിൽ പോയ പോലെ ഉണ്ട്, അത്ര നല്ല മണം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയ പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പല ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത്. ഇനി നല്ലപോലെ വറ്റിയിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഉണ്ടല്ലോ, 1/2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാറുമ്പോൾ അല്പം കൂടി ഡ്രൈ ആവും, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ തേങ്ങാവും അതേപോലെ ഇതിലേക്ക് മിക്സ് ആണം. അതിന് വേണ്ടിയിട്ട് 3 മിനിറ്റ് മതി. ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ എണ്ണയെല്ലാം നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള കോഴിക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് കോഴിക്കറി വെക്കൽ അല്ലേ. ഓരോ നാടിനും അതേപോലെ ഓരോ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാവലുണ്ട്. അതേപോലെ ഞങ്ങളെ കാസർഗോട്ടുകാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കോഴിൻ്റെ വറവ്. അപ്പം അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ രുചിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. നാടൻ കോഴി വറവെന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ സുക്കാന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ചിക്കൻ സുക്കാക്ക് പുളിയാന്ന് ചേർക്കൽ, ഞാൻ തൈരെല്ലാം ചേർത്തിട്ട് അടിപൊളി വെറൈറ്റി ഉള്ളൊരു കോഴിൻ്റെ വറവാന്ന് കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഈ ചിക്കൻ കറി നിങ്ങൾ കൂട്ടിയിട്ടില്ല എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരത്തെ തേങ്ങ വറുത്തത് അല്പം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് മല്ലിയിലയും മുകളിൽ ഞാൻ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചിക്കൻ കറി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീണ്ടും കാണാം. ബൈ ബൈ.